ആ അപ്പൊ കഥ ഇതുവരെ എങ്ങനെയാ പോയിക്കൊണ്ടിരിക്കണെന്ന് വെച്ചാൽ ഇച്ചാപുരത്ത് നമ്മ പ്രേംബായിൻ്റെ അടുത്തും ടീമിൻ്റെ അടുത്തൊക്കെ ഹായ് ബായ് അടിച്ച് അവിടെ നിന്ന് പുറപ്പെട്ട് ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി നേരെ പൂരി ബീച്ചിലേക്ക് പോകാമെന്നുള്ളതാണ്. അങ്ങനെ നമ്മളൊരു ധാബയിൽ നിർത്തി. ധാബയുടെ പേരൊന്നും ഓർക്കണില്ല, ഓർത്തിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. അവിടെ നിർത്തി റൂം നോക്കണം, എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം. അങ്ങനെ ഞാനാണ് ഓർഡർ ചെയ്തത് ബട്ടർ നാൻ. അപ്പോൾ നോക്കുമ്പോൾ ബട്ടർ ഞാൻ നമ്മളിതുവരെ ഉണ്ടാക്കണ കണ്ടിട്ടില്ല. അപ്പോൾ ഇപ്പോൾ പുള്ളിക്കാരൻ, അതായത് ഈ ചേട്ടൻ ബട്ടർ നാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അത് ഞാൻ വീഡിയോയിൽ പകർത്തണയാണ്. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണം, മനസ്സിലാവണ്ട. ബാക്കി ഞാൻ അടുത്തതിൽ പറഞ്ഞുതരാം. ഈ വഴി നേരെ പോയാൽ ബീച്ചെത്തും. സൈഡിലൊന്നും പിന്നെ വലിയ വെട്ടവും വെളിച്ചമൊന്നുമില്ല. വണ്ടിയുടെ ഹെഡ് ലൈറ്റാണ് ആകെയുള്ളൊരു വെട്ടവും വെളിച്ചവും. റോഡ് കട്ടറുള്ള റോഡായിരുന്നു, അത്ര നല്ല റോഡൊന്നും ആയിരുന്നില്ല. നമ്മൾ കഴിച്ച ധാബയിൽ ബീച്ചിലേക്ക് ഒരു 54 കിലോമീറ്റർ ഉണ്ടാവും. അതായത് ഒരു 1.5 കിലോമീറ്ററാണ് ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ കണ്ടത്. എന്നിട്ട് നമ്മൾ ബീച്ചിൽ ചെന്ന് കയറി. നമ്മൾ വിചാരിച്ചത് ഗോവയൊക്കെ പോലെ ഫുൾ ഓണായിരിക്കും എന്ന് വിചാരിച്ചത്. പക്ഷേ ഒറ്റ മനുഷ്യരില്ല ആ സമയത്ത്. നമ്മൾ ചെന്ന് കയറിയത് പാതിരാത്രിക്കാണ്, കടയൊക്കെ പൂട്ടി കിടക്കണത്. പിന്നെ നമുക്ക് അവിടെ നിൽക്കണ അത്ര പന്തിയായിട്ട് തോന്നില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് വണ്ടി എടുത്ത് നേരെ വേറൊരു റോട്ടിൽ ചെന്ന് കയറി. ആ റോട്ടിൽ ചെന്ന് കയറിയപ്പോൾ അവിടെ തുറസായ വലിയ ബീച്ച്. കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ അവിടെ ക്രിമേഷൻ നടക്കണ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അവിടെ വാരണാസി പോലെ ഒന്നും പറയാൻ പറ്റില്ല, എന്നാലും ചെറിയൊരു തോതിൽ ക്രിമേഷൻസ് ഒക്കെ നടക്കുന്ന ഒരു സ്ഥലം. നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടാണെങ്കിൽ പാതിരാത്രി ആയതുകൊണ്ട് അവൻ വിളിച്ചിട്ടൊന്നും എടുക്കല്ലേ. ഈ റൂമിലെ നമ്പർ കൊടുത്തേക്കണം. വിളിച്ചെടുക്കാണ്ട് നമ്മളവിടെ പോസ്റ്റ് അടിച്ചിരിക്കുന്ന സീനാണ് ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് റോഡിൽ ഇനി നിൽക്കാൻ പറ്റില്ല, റൂമിൽ കയറാന്നുള്ള സ്കീം അവനാണെങ്കിൽ വിളിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ നമ്മൾ രണ്ടും കൽപ്പിച്ച് നേരെ അങ്ങോട്ടേക്ക് വണ്ടി എടുത്ത്. ഇത് കണ്ട തല തിരിച്ചെടുത്ത് വെച്ചേക്കണവൻ. അഫ്രീദാണ് വീഡിയോ പിടിച്ചേക്കണത്. അഫ്രീദിൻ്റെ അത്രയും വീഡിയോ എടുക്കാനുള്ള കഴിവ് ഈ ലോകത്താർക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും സെറ്റപ്പായിട്ട് അവൻ വീഡിയോ എടുക്കും. എനിക്ക് തോന്നുന്നു എൻ്റെ പെങ്ങളുടെ മോൻ 1ലാ പഠിക്കണം. അവൻ ഇതിനേലും നന്നായിട്ട് വീഡിയോ എടുക്കും. മര്യാദക്ക് ക്യാമറയൊക്കെ പിടിച്ചിട്ട്. ഇവനോട് ഞാൻ ഒരു 150 തൊട്ട് ഈ പന്നനോട് പറഞ്ഞു എനിക്കിത് യൂട്യൂബിലിടാനാണ്. എന്നിട്ട് അവനെടുത്ത് വെച്ചേക്കണം നീ കാണുന്നത്. എന്ത് പറയാനൊക്കെ ഏതാണ് അവനൊക്കെ. അങ്ങനെ നമ്മൾ റൂമിൽ കയറി ഉറങ്ങാനുള്ള പരിപാടിയാണ്. ഇനി ശാന്തിയായിട്ടൊന്ന് ഉറങ്ങണം. ശാന്തി സമാധാനം. അങ്ങനെ പിറ്റേ ദിവസം എന്ന് പറയുമ്പോൾ പിറ്റേ ദിവസം ഉച്ചയായി. കാരണം നമ്മൾ വന്ന് കയറിയത് തന്നെ വെളുപ്പാങ്കലത്താണ്. എന്നിട്ട് കിടന്നുറങ്ങി. പിറ്റേ ദിവസമായി. ഇനി നമ്മുടെ പരിപാടി ഫുഡ് അടിക്കുക, സ്ഥിരം പരിപാടി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോയിൽ കാണാൻ പറ്റും. കാരണം ഞാൻ അതൊക്കെ എടുക്കുന്നുണ്ട്. ആ സ്ട്രീറ്റ്, ആ തുറസായ ബീച്ച്, പിന്നെ ആ ക്രിമേഷൻ നടക്കുന്ന സ്ഥലം, ആംബുലൻസൊക്കെ ഉള്ള സ്ഥലം, പിന്നെ ആ പൂരി മെയിൻ ബീച്ച് പൂരിയുടെ മെയിൻ ബീച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു സ്ട്രീറ്റ് വ്യൂ ഞാൻ എടുക്കുന്നുണ്ട്. പട്ടം വേണം, പട്ടോ പൂരി അല്ലേ? ഞാൻ ഈ സൈക്കിൾ ഡിഷ് എടുക്ക് ഹൈലൈറ്റ് ലെഫ്റ്റ് ഒരു നല്ല പൂരി കിട്ടും. പാനിപ്പൂരി, അതാണ് ഈ സ്ഥലത്തിൻ്റെ പേര്, പൂരി. സമ്മൂക്കം, കൊട്ടക്കണക്കിന് സമ്മൂക്കം. ലെഫ്റ്റ് സൈഡിൽ നിർത്തിയാലേ, അതൊക്കെ ഞാൻ പറഞ്ഞ, അതൊക്കെ നിർത്തിയാലേ എടുക്കാൻ പറ്റുള്ളൂ. എന്നാലേ അതൊക്കെ വീഡിയോ റൈറ്റ് സൈഡിൽ ഉണ്ട് സാറേ. റൈറ്റ് സൈഡിൽ ഈ മഞ്ഞ ബിൽഡിംഗ് എടുക്കുക. അപ്പൊ തന്നെ ബിൽഡിംഗ് കളർഫുൾ ബിൽഡിംഗ്. സായിബാബ
അപ്രധാനം ബീച്ച്. ഉൾക്കര പറഞ്ഞ ബീച്ച് ഇങ്ങനെയൊന്നും ഇല്ല. റോഡാണ് ഹൈവേ. അങ്ങനെ ഉണ്ടാ നടക്കം. ബീച്ചൊക്കെ കൊള്ളാം. സിക്സ് ഉള്ളല്ലേ? വോയിസ് കിട്ടൂലല്ലോ ഇതില്. വോയിസ് നമുക്ക് മാറ്റാം. വോയിസ് ഒക്കെ നല്ല ഡബ് ചെയ്യും. വേറെ അല്ലാണ്ട് വോയിസ് ആക്കി എടുക്കാം. എല്ലാം മറ്റേ ഉണ്ടെങ്കിൽ സിക്സ് വരും. ചാവടിക്കണ്ടേ? എടാ മറ്റേ കട നിന്റെ ചോറിട്ടാ. എടാ ഇവിടെ ചായ പിടിച്ചേ. ചായ പിടിക്കണ്ടേ? പെട്ടിക്കണ പടി ചോങ്ങട ചോറ് ചോറ് എടുത്തു വെച്ചോ. പാർക്ക് ചെയ്തോ. മസാല എന്തെങ്കിലും കഴിക്കാനാ. എടാ പുറത്തിരിക്കാനുള്ള സ്പോട്ട് ഉണ്ട്. Can you sit here, right? You can sit here, right? वो डाइनिंग है और इधर बाहर काउंटर है। हाँ इंडियन भाई इधर खाना भी मिलेगा ना? हाँ खाना मिल जाएगा। वैसे का आता है ना? ये संडे दोनों मिलता है यहाँ पर और बाहर का रेस्टोरेंट दोनों है। और ये प्योर वेज रेस्टोरेंट ओनली वेज। मैंने पंजी मिठाई पंजी मिठाई पंजी मिठाई पंजी मिठाई पंजी मिठाई ഇവിടെ വന്നിട്ട് അതൊക്കെ ഇവിടെ നമ്മളവിടെ ഉണ്ടാ. എന്നാലും അത് ഇവിടെ ഉണ്ട്. ചായ വേണമെങ്കിൽ നിക്ക് ക്യാഷ് ആയിട്ടുണ്ടാവും. ഗൂഗിൾ പേയിലാണ് പോയിട്ട് വാങ്ങും. ഹലോ ഗൈസ്, അപ്പൊ നമ്മളിവിടെ ചായ ഇല്ലാത്ത കാരണത്താല് ഇവിടെ ഗൂഗിൾ പേ ഓൺലൈൻ പേയ്മെന്റ് ഒന്നും ഇല്ലാത്ത കാരണത്താല് നമ്മളിൽ ക്യാഷ് ആയിട്ടില്ലാത്ത കാരണത്താല് നമ്മൾ ഇവിടെ നിന്ന് വണ്ടി എടുക്കുകയാണ്. അല്ലെങ്കിൽ ഗൂഗിൾ പേ ഉള്ള സ്ഥലത്തോ അല്ലെങ്കിൽ ATM അങ്ങോട്ടേക്കോ ഗൂഗിൾ പേ ഇതൊക്കെ ഒരു സ്ലോ ആണോ അല്ലെങ്കിൽ തന്നെ സന്തൂര് എടുക്കും. ചാവടിച്ച് പാക്കിട്ടപ്പോ പാർക്കാടാ നമുക്ക് തെച്ചോ ബെൽത്തോ പാർക്കോ. దేవుడా దేవుడా ఏడుమల చూడుడా. भैया चाय എവിടെ കാലമോ എവിടെ കാലു ഓട് സ്പെക്ട് വാഴൂല എനിക്ക് സ്പെക്ട് വാഴൂലടാ. അടുക്കാട്
മേടിക്കണം. കൃത്യം കാണിച്ചു കൊടുത്തായിരുന്നു. നിങ്ങെല്ലാം കഴിഞ്ഞിട്ട് എടുക്കുന്നോട് കാര്യം അപ്പൊ അവിടെ നിന്ന് പറയണ നിങ്ങ അങ്ങനെ നമ്മ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞ് നേരെ ബീച്ചിലേക്ക് ഇറങ്ങി. ബീച്ചിന്റെ സെറ്റപ്പ് എന്താണെന്ന് നോക്കണമല്ലോ. ബീച്ചില് നല്ല തിരക്കുണ്ട്. അവിടത്തെ തിരക്ക് മാത്രമല്ല, അവിടത്തെ വണ്ടിയുടെ ഹോണടി എന്റെ പൊന്നോ സഹിക്കൂല. അമ്മാതിരി ഹോണടിയാണ്. ഒരു മെനയില്ലാണ്ടാണ് ഒരു ഹോണടിക്കണം. അതാണ് വേറൊരു വിഷയം. നടന്നു വരുമ്പോഴാണ് ഇവിടെ ഒരു പുള്ളിക്കാരൻ ശിവന്റെ സ്കൾപ്ചർ ചെയ്തോണ്ടിരിക്കുന്നത്. ഉള്ള കാണാൻ നൈസായിരുന്നു, കാണാൻ നല്ല രസമായിരുന്നു. നല്ല കഴിവുണ്ട് പുള്ളിക്കാരന്. ഇത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് അറിയാലോ എന്താ സെറ്റപ്പ് എന്ന്. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാൻ ബാക്ക്ഗ്രൗണ്ടിലൊരു മ്യൂസിക് ഇട്ട് തരാം. നിങ്ങൾ അതും കേട്ടോണ്ട് ഇത് കണ്ടോണ്ടിരിക്കും എപ്പിടി. ഇവിടെ ഇവർക്ക് മീൻ പൊരിച്ചു കൊടുക്കുന്ന പരിപാടി ഉണ്ട്. നമ്മൾ പറയുന്ന മീൻ ഇവര് സ്പോട്ടിൽ പൊരിച്ച് നമുക്ക് തരും. അവിടെ ഒരു പറയണ കാശ് മേടിക്കും. അതാണ് ഇവരുടെ ഒരു മറ്റൊരു പരിപാടി. പക്ഷെ സംഭവം വളരെ അടിപൊളിയാണ്. ദുൽഖർ സൽമാൻ പറഞ്ഞ പൂരി ബീച്ച് അല്ലെങ്കിലും വേറെ രീതിയിൽ പൂരി ബീച്ച് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയുണ്ട്. നേരം കുറച്ചും കൂടി കിട്ടിയപ്പോൾ നമ്മൾ ഒരു മാർക്കറ്റിലേക്ക് പോയി. അത് ആ ബീച്ചിൻ്റെ അറ്റത്തേക്ക് നടക്കുമ്പോൾ ഒരു മാർക്കറ്റ് പോലത്തെ ഒരു സ്ഥലത്തെത്തും. ഈ ടൂറിസ്റ്റുകൾക്ക് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ മേടിക്കാം. നിങ്ങൾ സ്ഥിരം കാണുന്ന സംഭവങ്ങളൊക്കെ തന്നെ. കടപ്പുറം ആയതുകൊണ്ട് മീനും ഒരുപാടുണ്ട്. പൊരിച്ച മീൻ, വെച്ച മീൻ, അങ്ങനെ കുറേ സെറ്റപ്പൊക്കെ ഉണ്ട്. What a simple method.